നേതൃത്വം നൽകിയ മേജർ ഇന്ദ്രപാലൻ നമ്പ്യാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സർ, ഇന്ന് മത്സ്യത്തൊഴിലാളികൾ, ആ പ്രദേശത്തെ ഉടുപ്പിയിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾ 8 പേരാണ്. അവർ വലിയ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ കൂടുതൽ ആഴങ്ങളിൽ ചെന്ന് രക്ഷാപ്രവർത്തനം നടത്തി കൂടുതൽ ആളുകളെ അവിടുന്ന് തിരികെ എത്തിച്ച അനുഭവം ഞങ്ങൾക്കുണ്ട് എന്ന ആത്മവിശ്വാസത്തോടെ എത്തുകയാണ്. നമുക്കറിയാം, നദിയുടെ അവസ്ഥ ദുഷ്കരമാണ്. നേവി പോലും പല സാഹചര്യങ്ങളിൽ നമ്മളിങ്ങനെ പുഴയിലേക്ക് ഇറങ്ങാൻ മടിച്ചു നിൽക്കുമ്പോഴാണ് മത്സ്യത്തൊഴിലാളികൾ വരുന്നത്. അവരുടെ ആത്മവിശ്വാസത്തിന് എത്ര കണ്ട് മുന്നോട്ട് പോകാൻ കഴിയും? അങ്ങക്ക് എന്താണ് അവിടുത്തെ സാഹചര്യം വിലയിരുത്തി കാണാൻ കഴിയുന്നത്? അവർ ചെയ്യാൻ പോകുന്ന ആക്ഷൻ ഡെഫിനറ്റ്ലി ഒരുപാട് കറേജിയസ് ആക്ഷൻ ആണ്. ബിക്കോസ് ഐ അണ്ടർസ്റ്റാൻഡ്, അവിടെ വെള്ളത്തിന്റെ താഴെ പോകുമ്പോഴാണ് നമ്മൾ അതിന്റെ ഡേഞ്ചർ അറിയുന്നത്. വെള്ളത്തിൽ പുറത്തിരിക്കുമ്പോൾ നമുക്ക് ആ ഫീൽ കിട്ടിയില്ല. അത് മാത്രമല്ല, നമ്മൾ വെള്ളത്തിനകത്ത് കയറുമ്പോൾ അവിടെ ഫുൾ ഡാർക്കാണ്. എന്തെങ്കിലും കാണാൻ പറ്റുന്നെങ്കിലും വേറെ പൊസിഷൻ, നമ്മൾ എന്തെങ്കിലും ഡേഞ്ചർ ഒബ്ജക്ട് നമ്മൾ ഹിറ്റ് ചെയ്യണം, ഒരു റോക്ക് വന്ന് ഹിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ബാലൻസ് ലോസ് വി കൻ സേവ് ആർസെൽസ്. അത് മാത്രമല്ല, അവർ താഴെ പോയി കഴിഞ്ഞാലും അവർക്ക് ചിലപ്പോൾ ഗ്ലാസസ് കൂടെ ഉണ്ടാവില്ല. സോ വെറും കണ്ണുകൊണ്ട് നോക്കിയാലും ഏകദേശം ഒന്നും കാണാൻ പറ്റില്ല. സോ ഒരു കൈകൊണ്ട് ഫീൽ ചെയ്തിട്ട് താഴെ പോണ്ടി വരും. It's definitely a very, very, very challenging, not only challenge, very dangerous mission they are taking, but and I really salute them if they are doing that. സർ, ഒരു കാര്യം കൂടി, നമ്മുടെ 4 സ്പോട്ടുകൾ നമ്മൾ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യുന്നു. അതിൽ കരയിൽ നിന്നും ഏകദേശം 132 മീറ്റർ ദൂരത്തിൽ വരുന്ന ഒരു സ്പോട്ടിൽ ഏറെക്കുറെ വലിയ സാന്നിധ്യം, മെറ്റൽ സാന്നിധ്യം, അല്ലെങ്കിൽ നമ്മൾ ലോറി ഉണ്ടെന്ന് സംശയിക്കുന്ന ഇടമായി അത് മാറുകയാണ്. അപ്പോൾ ഈ 4 സ്പോട്ടുകൾ പ്രധാനമായും കേന്ദ്രീകരിച്ചുകൊണ്ടാണോ ഇനി പുഴയിൽ നമുക്ക് പരിശോധന നടത്തേണ്ടി വരിക? ഞങ്ങളുടെ അസസ്മെന്റില് ഈ CP4 തന്നെ കിട്ടാൻ ഹയസ്റ്റ് ചാൻസ് ആണ്. അത് കാരണം അവിടുന്ന് തുടങ്ങുന്നതാണ് ബെസ്റ്റ്. ഈ CP4 എന്ന് പറയുന്നതാണ് ഏറ്റവും ഹയസ്റ്റ് ചാൻസ് ഉള്ളത്. അതുകൊണ്ട് അവിടെ തന്നെ പരിശോധന. അത് എത്ര കണ്ട ആഴത്തിലാണ് സാർ ഈ CP4ന്റെ സാന്നിധ്യം? നമുക്ക് ആഴം എത്രമുണ്ട്? അതിന്റെ ഒരു കാൽക്കുലേഷൻ എങ്ങനെയാണ് സാർ? അവിടെ നമുക്ക് 3 മീറ്ററിൽ നമുക്ക് ഫസ്റ്റ് സൗണ്ട് കിട്ടിയിട്ടുണ്ട്, ഫസ്റ്റ് സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് കാരണം അതിന്റെ ടോപ്പ് പോർഷൻ അതും മെറ്റലിക് സിഗ്നേച്ചർ ആണ്. അപ്പൊ ടോപ്പ് പോർഷൻ, ആ മെറ്റലിക് പോർഷൻ തന്നെ 3 വീട്ടിലുണ്ടെന്നാണ് നമ്മുടെ അസസ്മെന്റ്. അതിന്റെ മേലെ ചിലപ്പോൾ കുറച്ച് മണ്ണും കല്ലൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഗുഡ് സൈൻ ഈസ് അവിടെ കയറി കഴിഞ്ഞിട്ട് 3 മീറ്ററിൽ തന്നെ നമുക്ക് ഫസ്റ്റ് ഫീൽ കിട്ടും. ഒരുപക്ഷെ ഈ വണ്ടി ക്യാബിൻ മുകൾ ഭാഗത്താവാം, താഴ്ഭാഗത്താവാം. ഒരുപക്ഷെ താഴ്ഭാഗത്താണെങ്കിൽ 3 മീറ്ററിൽ നിന്ന് പിന്നീട് ആ ലോറിയുടെ ദൂരം കൂടി നമുക്ക് താഴേക്ക് ഇറങ്ങി ചെല്ലേണ്ടി വന്നേക്കാം, അല്ലേ സാർ? അബ്സല്യൂട്ട്ലി കറക്റ്റ് ആണ്. പക്ഷെ ഞങ്ങളുടെ ഒരു പ്രോബബിൾ അസസ്മെന്റ് കൊടുത്തിട്ടുണ്ട് ബേസ്ഡ് ഓൺ ദി മാഗ്നറ്റിക് സിഗ്നേച്ചേഴ്സ്. ടോപ്പ് പോർഷനില് ചെറിയൊരു വ്യത്യാസമുണ്ട് ഈ മാഗ്നറ്റിക് സിഗ്നേച്ചർ ഇത്ര അടുത്തായിട്ട്. സോ ഞങ്ങളുടെ ഒരു അസസ്മെന്റ് ദർ ഈസ് ഗുഡ് ചാൻസ് ദാറ്റ് ആ ക്യാബിന്റെ ഗ്ലാസും ബോഡിയും പ്ലാസ്റ്റിക് ബോഡി അതാണ് ടോപ്പിലാവാൻ ഒരു നല്ല ചാൻസ് ഉണ്ട് നമ്മുടെ അസസ്മെന്റ്. ഓക്കെ സാർ, ഒരു കാര്യം കൂടി, അതായത് നമ്മളിപ്പോൾ ഈ നമ്മുടെ കരപ്രദേശത്ത് 132 മീറ്ററാണ് ഇനി ഏറെക്കുറെ ദൂരം, കൃത്യമല്ല ഏറെക്കുറെ ദൂരം കാണുന്നത്. പക്ഷേ അത് ഈ പുഴയിൽ പുതിയതായി രൂപപ്പെട്ടിരിക്കുന്ന മൺകൂനയ്ക്ക് ഏറെക്കുറെ സമീപത്തുമായി തോന്നുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ മൺകൂനയുടെ ഒരു സാന്നിധ്യം ഒരുപക്ഷെ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള പ്ലാറ്റ്ഫോമുകൾ ഉറപ്പിച്ചു നിർത്തി അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ഈ ദൗത്യത്തിന് വേഗത കൈവരുത്തുന്ന എന്തെങ്കിലും സാധ്യതയുണ്ടോ സാർ? ആ മൺകുഴി ഫോർം ആയത് ഇറ്റ്സ് എ ടെമ്പററി മൺകുഴി. അത് പെർമനന്റ് ആയിട്ട് സോളിഡിഫൈഡ് ആയിട്ടില്ല. ഇത് മൊത്തം ലാൻഡ് സൈഡ് അവിടെ പോയി കിടക്കുന്ന മാത്രമേ ഉള്ളൂ. അത് സ്റ്റെബിലൈസ് ആയിട്ടില്ല. അതിനെ പ്ലാറ്റ്ഫോം ആക്കാൻ പറ്റും. പക്ഷെ അതിന്റെ ആങ്കറേജ് ചെയ്യുമ്പോൾ നമുക്ക് നോർമൽ ആങ്കറേജ് ചെയ്താൽ പറ്റില്ല, ബിക്കോസ് അത്ര പെടുത്തും കിട്ടില്ല. വെരി സോളിഡ് സ്ട്രോങ് ആങ്കറേജസ് അതിനെ ഉപയോഗിച്ചിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യുന്ന ആൾക്കാർ നന്നായി ഡിസൈൻ ചെയ്യണം. ബട്ട് ഡെഫിനറ്റ്ലി അവിടെ ഉള്ളത് ഇത് വെരി ബിഗ് സപ്പോർട്ട്. അത് ഇല്ലെങ്കിൽ വെറും മിസ്റ്റീം ആണെങ്കിൽ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയത് തന്നെ. മൺകുഴി അവിടെ കടക്കുന്നത് വെരി വെരി ഗുഡ് പ്ലാറ്റ്ഫോം ടു ഓപ്പറേറ്റ് ഫ്രം. സാറ്, ഒരു കാര്യം കൂടി, നമുക്കറിയാലോ പുഴയുടെ ഒഴുക്ക്, അതിന്റെ സാർ പറയുന്ന പോലെ 7 നോട്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ അസാധ്യമാണ് ഇറക്കം. നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിൽ 7 നോട്ട്സിന്റെ ഒരു സാഹചര്യമാണ് അവിടെ ബോധ്യപ്പെടുകയും ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഇതിന്റെ പുഴയുടെ കുത്തൊഴുക്ക് കുറയ്ക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും കൃത്രിമമായ സാധ്യതകൾ, ഇന്നലെ ചില സാധ്യതകൾ പറയുന്നു, ബാർജറോ അല്ലെങ്കിൽ കൃത്രിമമായ ഒരു തടസ്സം ഉണ്ടാക്കി ഇതിനെ കുത്തൊഴുക്ക് കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ, അങ്ങനെ അത് സാധ്യമാണോ, മനുഷ്യസാധ്യമാണോ അത്തരം മാർഗങ്ങൾ?
See, ഇത് ഞാൻ എക്സ്പീരിയൻസ് മൊത്തം പറയണം ബിക്കോസ് ദിസ് വാസ് നോട്ട് ദ ടാസ്ക് ഗിവൻ ടു us ബൈ ദി ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ബട്ട് എക്സ്പീരിയൻസ് വെച്ചിട്ട് ജസ്റ്റ് ടു സപ്പോർട്ട് ദി പീപ്പിൾ ഹു ആർ റെസ്ക്യൂയിങ് എഫേർട്സ് അത് മാത്രമായിട്ട് ഞാൻ ഐ എം എക്സ്പ്രസിംഗ് മൈ സെൽഫ്. കുറെ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഡ്രഡ്ജിങ് ഓപ്പറേഷൻ ചെയ്ത് റിവർ ട്രെയിനിങ് വർക്ക്സ് പറയും എഞ്ചിനീയറിംഗ്. റിവർ ട്രെയിനിങ് വർക്ക്സിൽ നമ്മുടെ റിവറിന്റെ ഒരു സൈഡിനെ ഇൻക്രീസ് ദ ഡെപ്ത്. ആ മണ്ണിനെ എടുത്തിട്ട് സെൻട്രൽ പോർഷനിൽ ഇട്ടാല് ഡീപ് പോർഷനിൽ കറണ്ട് കൂടും. ഇനി മൺകുഴി കടക്കുന്ന അവിടെ ഇനി കുറെ മണ്ണിട്ടാല് അതിന് കൂട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സൈഡിൽ മണ്ണിട്ടാല് അതിന് ഇമ്മീഡിയറ്റ്ലി ഡൗൺ സ്ട്രീം ആയിട്ട് നമുക്ക് അതിന്റെ സ്പീഡ് കുറയ്ക്കാൻ പറ്റും. അപ്പോ ആ സ്ഥലത്ത് നമുക്ക് കറണ്ട് കുറച്ചുകൂടെ കുറയാൻ ചാൻസ് ഉണ്ട് ബിഫോർ ഇറ്റ് പിക്സ് അപ്പ് അഗെയിൻ. സോ അത് ചെയ്താൽ ഡെഫിനറ്റ്ലി ഇറ്റ് വർക്ക്. പക്ഷേ ദാറ്റ് ഇറ്റ് സെൽഫ് വിൽ ടേക്ക് എ ലോട്ട് ഓഫ് ടൈം. അത് ഒരു 1-2 ദിവസം ചെയ്യുന്നതാകട്ടെ. ബാർജ് വന്ന് അതിന്റെ ഡ്രഡ്ജിങ് ഓപ്പറേഷൻ നടത്തി അത് വെള്ളം കയറ്റി മണ്ണ് അതിൽ കയറ്റി അവിടെ കൊണ്ടുപോയി ഇടുക. സോ അത് തുടങ്ങിയാലും ഇറ്റ് വിൽ ടേക്ക് മിനിമം 2-3 days ടു ഇവൻ അച്ചീവ് ദാറ്റ്. അത് ഒന്ന്. അത് മാത്രമല്ല, ബാർജിനെ അവിടെ കൊണ്ടുവരണമെങ്കിൽ തന്നെ അവർക്ക് 2 meter ഡ്രാഫ്റ്റ് മിനിമം ആയിട്ട് വേണം എന്നാണ് നമ്മുടെ അവിടുത്തെ MLA പറഞ്ഞിട്ടുണ്ട്. സോ ആ 2 meter ഡ്രാഫ്റ്റ് ഏത് റൂട്ടിൽ കിട്ടും ഈ റിവറിന്? ദാറ്റ് ഈസ് എ ബിഗ് ക്വസ്റ്റ്യൻ. കാരണം ഈ റിവർ ഭയങ്കരമായിട്ട് ഒരുപാട് ഫ്ലോ ഉള്ള റിവർ ആണ്. കാരണം അതിന്റെ ബെഡ് കണ്ടീഷൻ വിൽ കീപ് ചേഞ്ചിങ്. അത് മാത്രമല്ല, റിവർ ഈസ് ഫെഡ് ബൈ ദ മൗണ്ടൻസ് അലോങ് സൈഡ് കുറെ മണ്ണിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ നോർമൽ ഫ്ലോ കാരണം ബെഡ് കണ്ടീഷൻസും ബെഡ് ഡെപ്തും വീണ്ടും വീണ്ടും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. മിയാൻഡറിംഗ് റിവർ ആയില്ലെങ്കിലും ബെഡ് കണ്ടീഷൻ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോ ഒരു നല്ല 2 meter ഡ്രാഫ്റ്റ് പിടിച്ചിട്ട് ഫ്രം ദി എൻഡ് പോയിന്റ് ദാറ്റ് ഇസ് സീ ഷോറിന് അകത്ത് വരാനായിട്ട് അതന്നെ അവർക്കൊരു ലീഡ് ടെക്നിക്കൽ ഡേറ്റ കൊണ്ടുവരാനായിട്ട്. ബിക്കോസ് ഇവിടെ ഐ ഡോണ്ട് തിങ്ക് ബാർജ് ഓപ്പറേഷൻസ് ഹാവ് ബീൻ ഡൺ earlier. അപ്പൊ ആർക്കും അതിന്റെ എക്സ്പീരിയൻസ് ഇപ്പൊ നോർമലി ഫിഷർമെൻ പോകുമ്പോൾ അവർക്ക് എക്സ്പീരിയൻസ് ഇന്നും അത്ര ഡീപ്പ് ഉണ്ടല്ല. അവർക്ക് വേണ്ടത് നോർമലി 1/2 meter ഡെപ്തേ വേണ്ടു. ഇത് 2 meter ഡെപ്ത് കൊണ്ടുവരുമ്പോൾ ദേ വിൽ നീഡ് സം ഡേറ്റ, അല്ലെങ്കിൽ കുറച്ച് റിസ്ക് ആയിരിക്കും കൊണ്ടുവരും. സർ, ഒരു കാര്യം, ഈ നമ്മൾ CP4 എന്ന പോയിന്റ്, CP4 ആണല്ലോ ലോറി ഉണ്ടെന്ന് കരുതപ്പെടുന്ന ഒരിടം, നമുക്ക് സാധ്യത കൂടുതലായി കാണാവുന്നിടം. അങ്ങ് സൂചിപ്പിച്ചതുപോലെ അത് പുഴയുടെ ജലനിരപ്പിൽ നിന്ന് 3 meter ആഴത്തിലാണ്. അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ ഈ മാപ്പിങ്ങിൽ നമുക്ക് ഇതിൽ എന്തെങ്കിലും മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ മാപ്പിങ്ങിൽ കഴിഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ അതിന് സാധ്യമാവുന്ന പരിശോധനാ സംവിധാനം നമുക്കുണ്ടോ? അങ്ങനെ എന്തെങ്കിലും സൂചനകളുണ്ടോ സർ? അത് ദാറ്റ് ഈസ് വാട്ട് our ലിമിറ്റേഷൻ ആയിരുന്നു. ഇത് ഉണ്ടെങ്കിൽ വി വുഡ് ഹാവ് ഗിവൻ യു ഡെഫിനറ്റീവ് ആൻസർ. അതാണ് വി ഫൗണ്ട് സീരിയസ് ലിമിറ്റേഷൻ. കാരണം ഐ എം ഫീലിംഗ് വെരി എന്താ പറയാ, ഐ എം നോട്ട് ഏബിൾ ടു യൂസ് മൈ ഫുൾ പൊട്ടൻഷ്യൽ. അത് റീസൺ പറഞ്ഞാല് നമ്മൾ ഈ ഡേറ്റാ ബേസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അണ്ടർഗ്രൗണ്ട് ഡേറ്റ നമ്മൾ ക്യാപ്ചർ ചെയ്യും, അത് ഡേറ്റാ ബാങ്ക് ബിൽഡപ്പ് ചെയ്യും. അതിനെ നമ്മൾ ഉപയോഗിച്ചിട്ട് വീണ്ടും വീണ്ടും കമ്പാരറ്റീവ് ഡേറ്റ ഉപയോഗിക്കാം. അപ്പോൾ നോർമൽ കണ്ടീഷൻസിൽ നമ്മുടെ ഡേറ്റാ ബാങ്ക് ബിൽഡപ്പ് ചെയ്യുമ്പോൾ മൈൻസ്, ബറീഡ് എക്സ്പ്ലോസീവ്സ്, ബറീഡ് പ്ലാസ്റ്റിക്സ്, ബറീഡ് മെറ്റാലിക് ഒബ്ജക്ട്സ്, അങ്ങനത്തെ ഐറ്റംസ് നമ്മൾ പിടിക്കാൻ നിൽക്കുള്ളൂ. അപ്പൊ അതിന്റെ ഡേറ്റാബേസ് ബിൽഡപ്പ് ആയിട്ടുണ്ട്. പക്ഷെ ഒരു ഹ്യൂമൻ ഫോമിന്റെ ഡേറ്റാബേസ് ഇത്ര ഞങ്ങൾക്ക് ബിൽഡ് ആയിട്ടില്ല. അത് ബിൽഡ് ആവാൻ തന്നെ കുറെ ടൈം എടുക്കും. പക്ഷെ നോട്ട് എ നാച്ചുറൽ ഹാപ്പനിങ്. ഇപ്പോ നമുക്ക് കുഴിച്ചിട്ട് നമുക്ക് മൈൻസിനെ കുഴിച്ചിടാം, അതിന്റെ കുറെ ഡേറ്റ ഡെവലപ്പ് ചെയ്യാം, മെറ്റൽസിനെ കുഴിച്ചിടാം. യു കെൻ ഡു കീപ് ഡൂയിങ് ദാറ്റ് അഗൈൻ അഗൈൻ. പക്ഷെ ഈ ഹ്യൂമൻ സിഗ്നേച്ചറിനെ ബിൽഡപ്പ് ചെയ്യാനായിട്ട് ഇറ്റ്സ് നോട്ട് ഈസി. ഇറ്റ് വിൽ ടേക്ക് എ ലോങ് ടൈം. അത് ഉണ്ടെങ്കിൽ വി കുഡ് ഹാവ് ഡെഫിനറ്റ്ലി ഗിവൻ ആൻ ആൻസർ. അതിനാണ് നമ്മൾ തെർമൽ ഉപയോഗിച്ചത്. ബിക്കോസ് അതായിരുന്നു നമ്മുടെ ഒരു സീരിയസ് ലിമിറ്റേഷൻ. അപ്പോൾ തെർമലിലും നമുക്ക് വി ഡിഡ് നോട്ട് ഗെറ്റ് എ പോസിറ്റീവ് റെസ്പോൺസ്. അതിന്റെ സിഗ്നേച്ചർ ആ ലിമിറ്റേഷനുള്ള കാരണം ഐ എം നോട്ട് ഏബിൾ ടു ഡെഫിനറ്റ്ലി സേ. അപ്പോൾ ഇഫ് ഐ എം കമന്റിംഗ് ഇറ്റ് ബി പ്രോഡ്ലി ഓൺ എക്സ്പീരിയൻസ്, നോട്ട് ഓൺ ഡേറ്റ. ഓക്കെ സാർ, ഈ തെർമൽ സ്കാനിങ്ങിലും ഒരുപക്ഷെ ജീവനുള്ള ബോഡിയിൽ നിന്നല്ലേ ഡിറ്റക്ഷൻ ഉണ്ടാവുള്ളൂ സാർ? അങ്ങനെയല്ലേ എന്റെ സാധ്യത? കറക്റ്റ്, അത് ശരിയാണ്, അത് ശരി. ഓക്കെ സാർ, ഒരു കാര്യം കൂടി, നമുക്ക് ഈ ഡിറ്റക്ഷനെ കുറിച്ച് സാർ സൂചിപ്പിച്ചത് ഒരുപക്ഷെ മെറ്റൽ പാർട്സുകൾ കൂടുതലായി ഈ മാപ്പിങ്ങിൽ ഡിറ്റക്ട് ചെയ്യപ്പെടും അല്ലേ? അങ്ങനെയല്ലേ? അതുകൊണ്ടല്ലേ ഈ മെറ്റൽ പാർട്സിന്റെ ഒരു സാന്നിധ്യം എത്രമാത്രം അതിന്റെ ഒരു സാന്നിധ്യം കൂടുതലുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്? അങ്ങനെയല്ലേ? മെറ്റൽ പാർട്സ് മാത്രമല്ല നമ്മുടെ ഇതില് ദാറ്റ് ഈസ് വാട്ട് ദ ഡിഫറൻസ്. ഇതിപ്പോ നമ്മളൊരു if you are using something like a magnetic resonator or a magnetometer, അത് മെറ്റൽ പാർട്സ് മാത്രമേ പിടിക്കുള്ളൂ. വേറെസ് നമ്മുടെ ഇത് എല്ലാ സിഗ്നേച്ചർ പിടിക്കും. സോ അതിന്റെ പ്രൊപ്പറേറ്റി എങ്ങനെയാണ് നമ്മൾ ചെയ്യുക അത് പറയുന്നത് ശരിയാവില്ല. ബിക്കോസ് ദാറ്റ് ഈസ് വാട്ട് ഈസ് അവർ പ്രൊപ്പറേറ്ററി സീക്രറ്റ്, technology secret. So I will not want to further elaborate on that, but we have a capacity to read different signatures. As we build the data, our ability will become more and more accurate.
സാർ ഒരു കാര്യം കൂടി, ഈ CP4 എന്ന പോയിന്റിൽ നമുക്കിപ്പോൾ ഡിറ്റക്ട് ചെയ്യാൻ കഴിഞ്ഞത് ഒരു ലോറി അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ തന്നെയുള്ള ഒരു ഡിറ്റക്ഷനാണ് ഉണ്ടായിരിക്കുന്നത്. ഇതുവരെയുള്ള സിഗ്നലിംഗ് അനുസരിച്ച് നമുക്ക് അങ്ങനെ കണക്കൂട്ടാൻ കഴിയുമോ? നമ്മുടെ അടുത്ത് we have not used a camera or an X-ray camera or something like that. അപ്പോൾ ഫോട്ടോഗ്രാഫ് ഇല്ല. ഓക്കെ, ഇറ്റ് ഈസ് ഓൾ വേവ് പാറ്റേൺസ്. ഇപ്പൊ കുറെ വേവ്സ്, ഇപ്പൊ നമ്മുടെ വെള്ളത്തിൽ വേവ്സ് കാണുന്നുണ്ട്. ആ വേവ്സിന്റെ പാറ്റേൺ സ്റ്റഡി ചെയ്തിട്ട് നമുക്ക് ഡെപ്തും പറയാൻ പറ്റും ജസ്റ്റ് ബൈ ലുക്കിംഗ് അറ്റ് ദ വേവ് പാറ്റേൺ. അതാണ് ഡേറ്റയുടെ പ്രധാനം. സോ അതേപോലെ നമ്മുടെ ഈ റിഫ്ലക്റ്റഡ് വേവ്സിന്റെ പാറ്റേൺ സ്റ്റഡി ചെയ്തിട്ട് വി ഹാവ് ഡെവലപ്ഡ് ആൻ അൽഗോരിതം ആൻഡ് കേപ്പബിലിറ്റി. ഫസ്റ്റ്ലി ആ കേപ്പബിലിറ്റി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. ആ എസ്റ്റിമേറ്റിൽ വി ഹാവ് ബീൻ ഏബിൾ ടു ക്യാപ്ചർ. അപ്പോൾ ഇത് ഈ ബോഡി മെറ്റൽ അല്ല, പ്ലാസ്റ്റിക് ബോഡി പോലെ ട്രക്ക് ആയതെങ്കിലും ഇവിടെ ഇമ്പോർട്ടൻറ്റ്, ബിക്കോസ് വി ആർ നോട്ട് ലിമിറ്റഡ് ടു ഓൺലി മെറ്റാലിക്. ഏത് ഫോറിൻ ഒബ്ജക്ട് ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് പറയാൻ പറ്റും ഇത് കല്ലല്ല, ഇത് മണ്ണല്ല, ഇത് വെള്ളമല്ല, അത് അല്ലാത്ത വേറെ ഒരു ഫോറിൻ ഒബ്ജക്റ്റ് ആണ് കിടക്കുന്നത്. അത്ര ഒരു ഐഡിയ നമുക്ക് കൊടുക്കാം. സാർ, ഈ പുഴ നമ്മുടെ ജലനിരപ്പിൽ നിന്നും 3 മീറ്റർ താഴത്തിലെന്ന് പറയുമ്പോൾ അവിടേക്ക് നമുക്ക് മുങ്ങിയെത്തി ഈ ലോറിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഹുക്ക് ഉണ്ടാക്കി അങ്ങനെ അതിനെ വലിച്ചു മാറ്റാൻ കഴിയുക, അങ്ങനെ സാധാരണ രീതിയിൽ ഇത് കാണുന്നവരും കേൾക്കുന്നവർക്കും അങ്ങനെ ചില സാധ്യതകളൊക്കെ തോന്നും. അതൊക്കെ സാധ്യമാകുമോ സാർ? അങ്ങനെ ടെക്നോളജി ഉണ്ടോ നമുക്ക്? ഇത് റെസ്ക്യൂ ഓപ്പറേഷൻ പറഞ്ഞാൽ അതിന് ഡയറക്റ്റ് ആൻസേഴ്സ് ഒന്നുമില്ല. പിന്നെ നമ്മള് നോർമലി റെസ്ക്യൂ ഓപ്പറേഷൻസ് ആർ ഓൾവേസ് ചാലഞ്ചിങ് ആൻഡ് ഇന്നോവേറ്റീവ് ആൻഡ് കറേജിയസ് പീപ്പിൾ ആർ ഓൺലി ഏബിൾ ടു ഡു റെസ്ക്യൂ ഓപ്പറേഷൻസ്. ഓക്കെ, അപ്പൊ അത് കാരണം വി ഹാവ് ടു യൂസ് എ ലോട്ട് ഓഫ് ഇന്നോവേഷൻ, ടേക്ക് സം റിസ്ക് ആൻഡ് ഗോ ഫോർവേഡ്. സംബഡി ഓൾസോ കൺവേ ടു മീ, ഇപ്പോ ഏതോ കമ്പനിയുടെ അടുത്ത് മാഗ്നറ്റ് ബേസ്ഡ് റിക്കവറി സിസ്റ്റം ഉണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യും, they lower the magnet. ആ മാഗ്നറ്റ് പോയിട്ട് സ്റ്റീൽ ഐറ്റമിനെ പിടിക്കും, അതിനെ അങ്ങനെ പുള്ളപ്പ് ചെയ്തിടും. അപ്പൊ ഇതിനെ നമ്മള് പുട്ട് ഇറ്റ് ഓൺ ടോപ്പ് ഓഫ് എ ബാർജ്, ആ മാഗ്നറ്റ് ബേസ്ഡ് റിക്കവറി സിസ്റ്റം ഉപയോഗിച്ചാൽ യു കൻ ക്യാപ്ചർ ദി മെറ്റൽ ഒബ്ജക്ട് ആൻഡ് ജസ്റ്റ് പുൾ ഇറ്റ് അപ്പ്. പക്ഷെ അതിന്റെ കപ്പാസിറ്റി എന്താണ് അതൊക്കെ ഒന്ന് കണ്ടുപിടിക്കണം. വെദർ ദേ കൻ ഫസ്റ്റ്ലി ട്രക്കിന്റെ വെയിറ്റ്, പിന്നെ മണ്ണിന്റെ വെയിറ്റ്, പിന്നെ അതിനകത്ത് വെള്ളത്തിന്റെ വെയിറ്റ്, അതിന്റെ റെസിസ്റ്റൻസ്, അതെല്ലാം കൂടി എന്തായിരിക്കും ടോട്ടൽ നെറ്റ് ഫോഴ്സ് റിക്വയർഡ് ടു പുൾ ഇറ്റ് അപ്പ്. അതും ഈ ഉള്ള ടെക്നോളജിക്ക് അതിന്റെ മാക്സിമം കപ്പാസിറ്റി എന്താണ്, ബാർജിന്റെ കപ്പാസിറ്റി, ഇറ്റ്സ് എ ഫുൾ എഞ്ചിനീയറിംഗ് ഇന്നോവേഷൻ. അതിന് പീപ്പിൾ ഹു ഹാവ് ഗോൺ ഇൻ ടു ഇറ്റ് വിൽ ഹാവ് ടു സിറ്റ് ഡൗൺ വർക്ക് ഔട്ട് ആൻഡ് ഡു ഇഫ് യു ആർ ഡൂയിങ് വിത്ത് എ പ്രോപ്പർ എഞ്ചിനീയറിംഗ് നോളജ്. അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന പോലെ വി ആർ ട്രൈങ് അവർ ബെസ്റ്റ് ടു ഡു ഇന്നോവേറ്റീവ്. ഫിഷർമാൻ ഇറക്കിയിട്ട് അവർ റിസ്ക് എടുത്തിട്ട് പോകുന്നത്, ദാറ്റ് ഈസ് വൺ വേ ഓഫ് ഡൂയിങ് ഇറ്റ്. അവർ അറ്റ്ലീസ്റ്റ് ഫൈൻഡ് ഔട്ട് അവിടെ എന്തുണ്ട്. പിന്നെ ഹുക്ക് ഇട്ടിട്ട് ബാർജ് വന്നാൽ ഹുക്ക് വെച്ചിട്ടും ചെയ്യാൻ പറ്റും. ഫിഷർമെൻസ് ആർ ഏബിൾ ടു ഗോ ആൻഡ് പ്ലേസ് ദ ഹുക്ക്. ബാർജ് വന്നിട്ട് ബാർജിന്റെ മേലെ നമുക്കൊരു ക്രെയിൻ ഇട്ടിട്ട് അതിനെ അങ്ങനെയും എടുക്കാം സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഫിഷർമെന്റെ ദൗത്യത്തെ നമ്മൾ അതിനെ ചെറുതായി കാണേണ്ടതില്ല. ഒരുപക്ഷെ ഈ പ്രദേശം കൂടുതൽ അറിയാവുന്നവർ എന്നതിനാൽ തന്നെ അവരുടെ കോൺഫിഡൻസിനെ നമ്മൾ കുറച്ച് കാണേണ്ടതില്ല, അല്ലേ സാർ? നോ ചാൻസ്, ദേ ആർ ദി ക്രിട്ടിക്കൽ പീപ്പിൾ. ബാക്കിയെല്ലാം എഞ്ചിനീയറിംഗ് ആണ്. ഇതാണ് കറേജ്. അപ്പൊ കറേജ് വേഴ്സസ് എഞ്ചിനീയറിംഗ് നോക്കുമ്പോൾ ഈ കറേജിലാണ് നമുക്ക് മാക്സിമം പ്രധാനപ്പെടുന്നത്. സാർ പറയുന്നത് പോലെ ഈ റെസ്ക്യൂ ഓപ്പറേഷനിൽ നമുക്ക് മുൻവിധികൾ പാടില്ല. കാരണം സാധ്യതകൾ അനുസരിച്ച് ആ സമയത്തെ തീരുമാനം അങ്ങനെ മുന്നോട്ട് പോവുക തന്നെയാണ്. സാർ, ഒരു കാര്യം കൂടി, നമുക്ക് അർജുൻ ഈ ക്യാബിനുള്ളിൽ ഉണ്ട് എന്ന പ്രതീക്ഷയിലാണ് നമ്മുടെ ദൗത്യം ഈ ഘട്ടത്തിൽ ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ വരെ. ഒരുപക്ഷെ ക്യാബിൻ പരിശോധനയിൽ നമുക്ക് അർജുനെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് മുന്നിൽ മറ്റ് സാധ്യതകൾ എന്താണ് സാർ? ആ പരിശോധന പിന്നെ ഒരു ദുർഘട സന്ധിയിലേക്ക് കടന്നു പോകുമോ? നമുക്കുമുണ്ട് അർജുനനെ എത്രയും പെട്ടെന്ന് കാണണമെന്ന്. പക്ഷെ ഇവിടെ ഒരു ചെറിയൊരു ഡൈലമ ഉണ്ട്. ഐ ഹേർഡ് ഇൻ ദി മീഡിയ ഡിസ്കഷൻ ചിലപ്പോ അർജുനൻ ആ ട്രക്കിന്റെ അകത്ത് ഉണ്ടായിരുന്നില്ല ഈ ലാൻഡ് സ്ലൈഡ് ആയപ്പോ. ചിലപ്പോ അർജുനൻ വാസ് ടേക്കിംഗ് ടീ ഓർ സ്റ്റാൻഡിങ് ഔട്ട് സൈഡ്. അങ്ങനെ ഒരു സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ചർച്ച കേട്ടു. അപ്പൊ അതാണെങ്കിൽ ഈ ഡിസ്കഷൻ ചെയ്തിട്ട് ഇറ്റ് ഈസ് പോയിന്റ്ലെസ് ഡൂയിങ് ദി ഡിസ്കഷൻ വെദർ he is in the cabin or not. Now 50-50 chance നമുക്ക് വെച്ച് നോക്കാം. അപ്പൊ ദാറ്റ് 50% ചാൻസ് അർജുനൻ അതിലില്ല. അതായി ബാലൻസ് 50% ചാൻസ് അർജുനൻ അതിലുണ്ട്. ഈ 50% ചാൻസ് എന്താണ് പ്രോബിലിറ്റി അതാവാൻ അത് ചോദിക്കുകയാണെങ്കിൽ ആ 50% ചാൻസ് ഐ ക്യാൻ സേ 70% ചാൻസ് ആണ് അർജുനൻ ചിലപ്പോൾ ക്യാബിന്റെ അകത്ത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ദിസ് ഈസ് പ്യുവർ ഓൺ എക്സ്പീരിയൻസ്, നോട്ട് ഓൺ ഡേറ്റ. സാർ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട. സാർ, ഒരു കാര്യം കൂടി, ഈ
ഇതൊരു ലാൻഡ് സ്ലൈഡ് ഇൻസിഡൻ്റ് ആണ്. ഇതിലൊരു ഐ വിറ്റ്നസ് ഇല്ല. എങ്ങനെയാണ് ഈ ദുരന്തം നടന്നത്, വാഹനങ്ങൾ എങ്ങോട്ട് തെറിച്ചുപോയി, എങ്ങനെ സംഭവിച്ചു എന്നതിൽ ഒരു ഐ വിറ്റ്നസ് ഇല്ലാത്തത് ഈ നമ്മുടെ റെസ്ക്യൂ ഓപ്പറേഷനെ പൊതുവിൽ ഒരു വലിയ ഡയലമയിൽ എത്തിച്ചിട്ടുണ്ടോ സാർ? അതൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ? യെസ്, ഡെഫിനറ്റ്ലി. ഒരു ഐ വിറ്റ്നസ് ഉണ്ടതാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് അറിയായിരുന്നു ആരെവിടെയാണെന്ന്, ഏത് ഇതായിട്ടും എവിടെ പോയി. അത് കാരണം ഐ വിറ്റ്നസ് ഇല്ലാത്ത കാരണം വെദർ ഇറ്റ് ഈസ് സിവിൽ അഡ്മിനിസ്ട്രേഷൻ, വെദർ ഇറ്റ് ഈസ് ദ റെസ്ക്യൂ പീപ്പിൾ, വെദർ ഇറ്റ് ഈസ് ദ സെർച്ച് ആൻഡ് ഡിറ്റക്ഷൻ പീപ്പിൾ, എല്ലാവരും ബ്ലൈൻഡ് ആയിട്ടാണ് അവിടെ പോയിരിക്കുന്നത്. ഹൗവർ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾക്ക് വി ഹാഡ് എൻ അഡ്വാൻറ്റേജ്. കാരണം അവിടുത്തെ സിവിൽ അഡ്മിനിസ്ട്രേഷനും നേവിയും ആർമിയും SDRF they had already collected lot of information. ആ ഇൻഫർമേഷൻ അവർ നമ്മുടെ അടുത്ത് നന്നായി ഷെയർ ചെയ്തു. വി ഹാഡ് എ വെരി ഗുഡ് അഡ്വാൻറ്റേജ് ബിക്കോസ് ഓഫ് ദാറ്റ്. ടു സ്റ്റാർട്ട് പോയിന്റ് ഓഫ് നന്നായി കിട്ടി. അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ടൈം എടുത്ത് ചെയ്യാനായിട്ട്. പക്ഷേ ഈ ഐ വിറ്റ്നസ് ഇല്ലാത്ത കാരണം ഡെഫിനറ്റ്ലി എല്ലാവരും ഒരു നല്ല ഗുഡ് എസ്റ്റിമേറ്റ് ആണ് അവർ ചെയ്യുന്നത്, സ്റ്റാർട്ടിങ് ഫ്രം എ ബ്ലൈൻഡ് പോയിന്റ്. ഓക്കെ. എന്തായാലും താങ്ക് യു വെരി മച്ച് സാർ. ഈ സമയത്ത് ഈ വിലപ്പെട്ട അനുഭവങ്ങൾ, അറിവുകൾ പങ്കുവെച്ചതിന് നമ്മുടെ ദൗത്യം അത് മുന്നോട്ട് പോവുകയാണ്. അങ്ങ് സൂചിപ്പിക്കുന്നത് പോലെ മത്സ്യത്തൊഴിലാളികൾക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. അവരുടെ ധൈര്യമാണ് അവരുടെ ശക്തി. ഒരു മുൻവിധികളും നമുക്ക് മുന്നിൽ പാടില്ല. എഞ്ചിനീയറിംഗ് വിദഗ്ധരും ഒപ്പം ഈ ധൈര്യശാലികളായ മത്സ്യത്തൊഴിലാളികളും രണ്ടുപേരും നമുക്ക് മുന്നിലുണ്ട്. ആ ദൗത്യം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ കഴിയട്ടെ എന്ന് കരുതാം. എന്തായാലും വളരെ നന്ദി സാർ, ഒരിക്കൽ കൂടി അങ്ങയുടെ അനുഭവങ്ങൾ, സാധ്യതകൾ പങ്കുവച്ചതിന്. നമസ്കാരം.